ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങൾ? നയനം ഇപ്പോൾ 40-ാം ഭാഗത്തിലെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കിട്ടി തോമസ് വിളിച്ച ടാക്സി കാറിൽ കോശിയെയും ത്രേസ്യയെയും കയറ്റിയിരുത്തി. ലിസി കൂടെ പിറകിൽ കയറാൻ നോക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, നയനയ്ക്കിരിക്കാൻ ആ കാറിൽ സ്ഥലമില്ല. മുമ്പിൽ പിന്നെ ഡ്രൈവറും തോമസ് ഇരിക്കും. കുഞ്ഞുമോൾ അവളെ മുഖമുയർത്തി നോക്കി. നയനൊന്നും മിണ്ടാതെ അവർക്കരികിൽ പ്രതീക്ഷയോടെ നിന്നു. തനിക്ക് പ്രിയപ്പെട്ടവരാണ് ആ ചുറ്റും നിൽക്കുന്നത്. അവരുടെ അവഗണന തൻ്റെ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൊച്ചി എന്നാൽ അർജുൻ്റെ കാറിൽ വന്നേര്. തോമസ് പിറകിലേക്ക് നോക്കി സീറ്റിൽ സ്ഥലമില്ലെന്ന് ഉറപ്പ് വരുത്തി പറഞ്ഞു. നയന മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു, കുറച്ചപ്പുറം മാറി അവരെ നോക്കി നിൽക്കുന്ന അർജുനെ. നയന കോശിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ആ ഇരിപ്പിൽ തലയാട്ടി സമ്മതം കൊടുത്തു. നയന നെടുവീർപ്പോടെ അർജുൻ്റെ അരികിലേക്ക് നീങ്ങുന്നേരം കുഞ്ഞുമോളുടെ കയ്യിൽ പിടിച്ചു. കുഞ്ഞുമോള് വാ. നയന ദയനീയമായി അവളെ നോക്കി. അവൾ വിസമ്മതത്തോടെ അവരുടെ കാറിൻ്റെ അരികിലേക്ക് നീങ്ങി. നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നീട്ടിയ കൈകൾ പിൻവലിച്ചു. ചെല്ലു കുഞ്ഞുമോളെ. ലിസി അവളെ തള്ളിവിട്ടതും മനസ്സില്ലാതെ അവളും നയനക്കൊപ്പം നടന്നു. നയനയും കുഞ്ഞുമോളും തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് അർജുന് സന്തോഷമായി. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണത്. അവൻ പിറകിലെ ഡോർ തുറന്നു കൊടുത്തു. കുഞ്ഞുമോളോട് സീറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞുമോൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചാടി കയറി സീറ്റിലിരുന്നു. അവർക്ക് പിറകിൽ തല കുമ്പിട്ട് നിൽക്കുന്നവളെ അർജുൻ തിരിഞ്ഞു നോക്കി. നയന അവൻ തുറന്നു പിടിച്ച ഡോറിൽ കൈവച്ചുകൊണ്ട് പതിയെ കുഞ്ഞുമോളുടെ അരികിലേക്കിരുന്നു. കുഞ്ഞുമോൾ മിഴികൾ ഉയർത്തി ആ കാറിനകത്തെ ആഡംബരം നോക്കിക്കാണുകയായിരുന്നു. അർജുൻ ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. തോമസ് ടാക്സി കാറിൻ്റെ മുൻസീറ്റിൽ കയറിയിരുന്നതും കാർ മുന്നോട്ടെടുത്തു അതിനെ പിന്തുടർന്ന് അർജുനും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കോശിയുടെ മനസ്സിൽ ഒരു നിശ്ചയവുമുണ്ടായിരുന്നില്ല. മകളുടെ ജീവിതത്തിൽ കടന്നു വന്ന പുതിയ ആളെക്കുറിച്ചുള്ള ആവലാതികളായിരുന്നു മനസ്സ് മുഴുവൻ. അതുകൊണ്ട് തന്നെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പാടെ വിട്ടുപോയിരുന്നു. എന്നാൽ ആ നാട്ടിലേക്ക് അടുക്കും തോറും ആ ഓർമ്മകൾ അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. മുമ്പിൽ വലിയൊരു മറയാണ്. മുൻപോട്ട് എങ്ങനെ പോകണമെന്നറിയുന്നില്ല. ടാക്സിക്കാർ ആ വലിയ കുന്നിൻ്റെ പാറക്കരികിൽ നിർത്തി. അർജുനും അവൻ്റെ കാർ ടാക്സിക്കാരൻ്റെ പിറകിൽ നിർത്തി. ഇച്ചായ, ഇങ്ങോട്ട് വന്നിട്ടെന്തിനാ? നമുക്ക് വീട്ടിലേക്ക് പോകാം. ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കഴിയാം. തോമസ് പറയുന്നതൊന്നും കേൾക്കാതെ കോശി കാറിൻ്റെ ഡോർ തുറന്നു. വലിയ പാറക്കല്ല് പടികൾ കയറുമ്പോഴും ആ കാഴ്ച കണ്ട് വിതുമ്പി ത്രേസ്യയും നയനയും പിറകിലായി നടന്നു. അർജുൻ ഇനി എന്താ ചിന്തയിലായിരുന്നു. കത്തിച്ചാമ്പലായ അവരുടെ വീട്, അടുക്കളയും മുൻവശവും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. 2 മുറികൾ ഭാഗികമായി തകർന്നു ഇഷ്ടിക പൊടിഞ്ഞു കിടപ്പുണ്ട്. ആ കൊച്ചു വീടിനകത്ത് അവർ അനുഭവിച്ച സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. കുഞ്ഞുനാളിലെ ഓർമ്മകളും വൈകുന്നേരം കളിച്ചിരികളുമായി ഉമ്മറത്തിരുന്ന് ഭക്ഷണം കഴിച്ച ദിനങ്ങൾ, കുഞ്ഞുമോളുടെ ദീനത്തെ ഓർത്ത് കരഞ്ഞുപോയ നാളുകൾ, എല്ലാത്തിനും സാക്ഷിയായ വീടാണത്. അച്ചായ, അങ്ങോട്ടൊന്നും പോകേണ്ട. ചാരമായി കിടക്കുന്ന വീടിൻ്റെ അകത്തേക്ക് കയറാൻ തുനിഞ്ഞ കോശിയുടെ കയ്യിൽ തോമസ് പിടിച്ചു. അയാൾ പൊട്ടിക്കരയുന്നതിൻ്റെ വക്കിലെത്തി. വിതുമ്പിക്കൊണ്ട് കോശി അനിയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പോലീസുകാർ 2-3 ദിവസം ഇവിടെ തെളിവെടുപ്പിനാണെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ആരും വരുന്നത് കണ്ടില്ല. അയൽവക്കത്തുള്ള മിനി ചേച്ചിയുടെ ഭർത്താവ് വന്നുകൊണ്ട് 2 കൈയും കെട്ടി ദയനീയമായി ആ കാഴ്ചകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരാരും ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ തോമസ് ചായോ? മിനി ചോദിച്ചു. പാവങ്ങളുടെ പ്രശ്നം ആര് നോക്കാനാ? കൈമുടക്കൊന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ കേസൊക്കെ നിർത്തിപ്പോയി കാണും. തോമസ് പുച്ഛത്തോടെ മുഖം തിരിച്ചു. അർജുൻ അവരുടെ സംഭാഷണമൊക്കെ ശ്രവിച്ചുകൊണ്ട് ആ വലിയ പടിക്കെട്ടുകൾ കയറി വന്നു. ആളിപ്പടർന്ന തീയണഞ്ഞ് വെണ്ണീറായ അവശിഷ്ടങ്ങൾക്കിടയിൽ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ആ വീടിൻ്റെ ദയനീയ അവസ്ഥ നോക്കി അർജുൻ നിന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അവരുടെ ആ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന് മനസ്സ് ആണയിട്ട് പറഞ്ഞു. ഇത് മുറിയിൽ നിന്ന് കിട്ടിയതാ. ഡിസ്പ്ലേ പൊട്ടിയ നയനയുടെ ഫോൺ അവളുടെ ആണെന്ന് അറിയുന്ന പോലെ
മിനി അത് അവളുടെ കയ്യിൽ കൊടുത്തു. ആ ഫോൺ വാങ്ങിയ അവളുടെ കൈകൾ വിറച്ചു. അത് അവൾക്ക് സമ്മാനിച്ചവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അവൾക്ക് അവൻ സമ്മാനിച്ച നിമിഷത്തെയും അവൾ ഓർത്തു. പാതി കത്തിപ്പോയ വീടിൻ്റെ ആധാരവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇച്ചായൻ വാ, നമുക്ക് വീട്ടിൽ പോവാം. സ്വന്തം അവസ്ഥകളും ഇവർ കൂടെ വന്നാലുണ്ടാകുന്ന ഭീമമായ വീട്ടുചെലവും ഓർത്തുവെങ്കിലും തോമസ് ഒരു മര്യാദയുടെ പേരിൽ അവരെ വിളിച്ചു. വാ ചേട്ടത്തി, അമ്മച്ചി നോക്കുന്നുണ്ടാകും. ലിസി അവരോട് പറഞ്ഞെങ്കിലും നിസ്സഹായതയോടെ അവർ കോശിയെ നോക്കി. സ്ഥിരമായി വരുമാനമെന്ന് പറയാൻ തോമസിനൊന്നുമില്ല. ആരുടെങ്കിലും കൂടെ കാട്ടിൽ വിറക് കച്ചവടത്തിന് പോയോ, നിലം കച്ചവടത്തിന് പോയോ, വല്ലതും ഉണ്ടാക്കിയാലായി. ഈ അവസ്ഥയിൽ അമ്മച്ചിയുടെ മുമ്പിലേക്ക് ഞങ്ങളില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സമാധാനമായി ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വരാം. അടഞ്ഞ ശബ്ദത്തിൽ കോശി തോമസിനോട് പറഞ്ഞു. ഇച്ചായൻ പിന്നെ എവിടെ പോകും? തോമസ് ശങ്കയോടെ മുഖമുയർത്തി ചോദിച്ചു. എവിടെയും പോകുന്നില്ല. ഇവിടെ 4 കാലുകുത്തി വെച്ച് ഒരു ടാർപ്പായ വലിച്ചു കെട്ടി ഞങ്ങളിവിടെ കഴിഞ്ഞോളാം. വാക്കുകൾക്ക് വേണ്ടി പിടഞ്ഞു കോശി പറയുമ്പോൾ കുഞ്ഞുമോളും നയനയും അവരുടെ അപ്പച്ചൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു. ഇച്ചായ, ത്രേസ്യ കോശിയുടെ തോളിൽ തല ചായ്ച്ച് കരഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അപ്പച്ചനെ അങ്ങനെ വഴിയിലിട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? അർജുൻ അവൻ്റെ ഊഴമെത്തിയതും ഉടനെ പറഞ്ഞു. കോശിയുടെ വലം കൈ തണ്ടയിൽ മുറുകെ പിടിച്ചവൻ നോക്കുമ്പോൾ അവൻ്റെ മിഴികളിൽ തെളിഞ്ഞത് ദൃഢനിശ്ചയമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരണം, വന്നേ പറ്റൂ. അർജുൻ കോശിക്ക് പിറകിലായി നിൽക്കുന്ന ത്രേസ്യയെ നോക്കി പറഞ്ഞു. തോമസ് കാണിച്ചു കൊടുത്ത ഒരു നില വീട്ടിലേക്ക് വാതിൽ തുറന്ന് അവർ ഒരുമിച്ച് കയറി ചെല്ലുമ്പോഴേ വലിയ ഹാളാണ്. അതിന് ചുറ്റുമായി 2 റൂമുകൾ, കുറച്ചപ്പുറം ഒരു അടുക്കള. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. മനസ്സ് നീറിക്കൊണ്ടൊരു വീട് മാറൽ. ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നും കൈവശമില്ലാത്തതിനാൽ കൊണ്ടുവയ്ക്കാനും നേരെ എടുത്തു വെക്കാനും ഒന്നുമില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. വലിയൊരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങളായി കുറച്ച് മനുഷ്യർ. എളയപ്പ, നമുക്കെന്നാൽ ടൗണിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നാലോ? അർജുൻ ചോദിച്ചപ്പോൾ തോമസും അത് ശരിവെച്ചു. ആ വീട്ടിൽ കട്ടിലും ബെഡും അലമാരയും ടേബിളും അടുക്കളയിൽ ഒരു ഫ്രിഡ്ജുമല്ലാതെ മറ്റൊന്നുമില്ല. അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഒരു പെണ്ണ് കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ആണുങ്ങൾ എത്ര നോക്കി വാങ്ങിയാലും എന്തെങ്കിലുമൊക്കെ കുറവോടെ വരൂ. തോമസ് കള്ളത്തരം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ത്രേസ്യ തോമസിൻ്റെ ആ ഉത്സാഹം കണ്ട് നോക്കി അങ്ങനെ ഇരുന്നു. കാലിൻ്റെ വേദന നല്ല കുറവ് കണ്ടതും അവർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ അവർക്ക് 2 പേരോടും റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കോശി വാഷ്റൂമിൽ പോയി പതിയെ വന്നു. പുതിയ വിരിയിട്ട ബെഡിൻ്റെ മൂലയിൽ കുഞ്ഞുമോൾ ഉറങ്ങുന്നുണ്ട്. കോശി അവൾക്കരികിൽ കിടന്നു. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നോളൂ. തോമസ് പറഞ്ഞത് നയന അവരുടെ കൂടെ ഇറങ്ങി. 3 പേരും ചേർന്നുള്ള നാടകമാകും ഇതെന്ന് ത്രേസ്യ ശങ്കിച്ചു. കുറച്ചുകൂടെ സൗകര്യമുള്ള വീട് മതിയായിരുന്നു എളയപ്പ. അർജുൻ എന്തോ വിമിഷ്ടത്തോടെ ആ വീടിൻ്റെ പരിമിത സൗകര്യങ്ങളിലേക്ക് നോക്കി. എൻ്റെ പൊന്ന് അർജുനെ, എടി പിടിയെന്ന് നോക്കിയാൽ ഇതൊക്കെ കിട്ടൂ. ഈ വീടിനെങ്കിലും ഒത്തല്ലോ എന്നോർത്താണ് ഞാൻ സമാധാനിക്കുന്നത്. തോമസ് പറയുമ്പോഴും അർജുന് തൃപ്തിയില്ലാത്ത മുഖമാണ്. ഒരു മുറി കുടിലായാലും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സുഖമായി ഉറങ്ങിയാൽ മതി എനിക്ക്. വെളിയിൽ നിന്ന് നയന തേങ്ങലോടെ പറയുന്നത് കേട്ട് നിറഞ്ഞ മിഴികളോടെ ത്രേസ്യ കോശിയെ നോക്കി. ത്രേസ്യ ഉള്ളിൽ നിറയുന്ന സങ്കടം പുറത്ത് കാണിക്കാതെ പിടിച്ചിരുന്നു. അവർ 3 പേരും കാറിൽ കയറാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും സ്കൂട്ടറിൽ ഒരാൾ വന്നു. 60-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഉയരം കുറഞ്ഞു തടിച്ചൊരാൾ. തോമസ് അയാളെ കണ്ടതും ചിരിയോടെ ചെന്ന് കൈ കൊടുത്തു. ഈ വീടിൻ്റെ ഓണറാ തോമസ് ചായൻ. തോമസ് അർജുനെ അയാളെ പരിചയപ്പെടുത്തി. 2 തോമസ് ചായനോ? അർജുൻ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അയാൾ നീട്ടിയ കൈകളിൽ പിടിച്ചു വിട്ടു. വീടിൻ്റെ അഡ്വാൻസ് 1 മാസത്തെ വാടകയും മുൻകൂറായി വേണമെന്ന് പറഞ്ഞിരുന്നു തോമസ് ചായൻ. അതിനിപ്പോൾ എങ്ങോട്ട് ഓടുമെന്നാ? അർജുൻ പറഞ്ഞതിനോട് ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് തോമസ് തലമണ്ട അമർത്തി തടവിക്കൊണ്ട് അർജുൻ്റെ അരികിലേക്ക് നീങ്ങി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അർജുൻ നെറ്റി ചുളിച്ച് തോമസിനെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്ത് തുറന്നു കുറച്ച് നോട്ടുകെട്ടുകൾ തോമസിൻ്റെ കയ്യിൽ കൊടുത്തു. അർജുൻ ക്യാഷ് കയ്യിലെടുക്കുന്ന നേരം വല്ലാത്തൊരു ലജ്ജയിൽ മുഖവും കഴുത്തൊക്കെ ഉഴിഞ്ഞ് തോമസ് അവിടെ നിന്ന് സമയം നീക്കി. വീട് വാടകയ്ക്ക് നോക്കാൻ പറഞ്ഞത് താനാണ്.
അപ്പോൾ അതിൻ്റെ മറ്റു ചിലവുകൾ നോക്കുന്നതും സ്വാഭാവികമായും താനാണല്ലോ. പിന്നെ എന്തിനാ ഇളയപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ, ചിലപ്പോൾ അഭിമാനം സമ്മതിക്കുന്നുണ്ടാകില്ല. അർജുൻ കണ്ടിട്ടില്ലാത്ത കുറേ പ്രകൃതങ്ങൾ. ക്യാഷ് തോമസ് കൊടുത്തതും ഓണർ തോമസ് അപ്പോഴേ സ്കൂട്ടറിൽ കയറിപ്പോയി. തോമസ് ആദ്യം തന്നെ പിറകിലെ സീറ്റിൽ കയറിയിരുന്നു. അർജുനേട്ടാ. ഡോർ തുറക്കാൻ തുനിഞ്ഞവൻ നയന വിളിച്ചത് കേട്ട് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഷോളിൻ്റെ തലപ്പ് കയ്യിൽ ചുറ്റി എന്തോ പറയാൻ വേണ്ടി അവൾ നിൽപ്പുന്നുണ്ട്. പറയടോ. അവൻ ഡോർ അടച്ചു അവളെ കേൾക്കാൻ നിന്നു. ഓരോ കാര്യത്തിനും അവനെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയൊരു മാനസിക വിഷമമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് പറയാനാണ് ഞാൻ വേഗം കൂടെ വന്നത്. നയനയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. താൻ കാര്യം പറഞ്ഞില്ല. അർജുൻ അവളെ തന്നെ നോക്കി നിന്നു. കാറിൻ്റെ ഡോർ അടച്ച് അല്പം മാറി നിന്നതുകൊണ്ട് അവരുടെ സംസാരം തോമസിന് കേൾക്കാൻ കഴിയില്ല. കുഞ്ഞുമോൾക്ക് മരുന്ന് മുടക്കാൻ പാടില്ല. ഇതിപ്പോൾ 4 ദിവസത്തോളമായില്ലേ അവൾ മരുന്ന് കുടിച്ചിട്ട്. അത് കാരണം അവളിൽ ക്ഷീണവും തുടങ്ങുന്നുണ്ട്. ഉണ്ടായിരുന്ന മരുന്നൊക്കെ വീടിനുള്ളിൽ പെട്ട് നശിച്ചും പോയി. നയന എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് നയന ഇപ്പോഴാണോ അത് പറയുന്നത്? അവൻ ആകുലതയോടെ ചോദിക്കുന്നേരം അപ്പച്ചൻ്റെ അരിയിൽ കമിഴ്ന്ന് ഉറങ്ങുന്നവളെ ഓർത്തു. നേരാണ്, അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. തളർന്നുറങ്ങാൻ ആ കണ്ണുകൾ വെമ്പുന്നുണ്ട്. കുട്ടിയല്ലേ, കാറിൽ പുറത്തൊക്കെ ചുറ്റാൻ അവൾക്കും ആഗ്രഹമുണ്ടായിട്ടും ക്ഷീണം കൊണ്ടാണ് അവൾ വരാത്തത്. ചിന്തിച്ചു നിൽക്കുന്ന അർജുനോടായി അവൾ പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ ചെയ്യുക നയന? അർജുൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി. പോകുന്ന വഴിയെ മരുന്ന് വാങ്ങിയാലോ? കുറച്ച് പൈസ എൻ്റെ ബാങ്കിലുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞു പോകുന്നത് വഴിയെ പോകുമ്പോൾ പറഞ്ഞാൽ ഇളയപ്പം കേൾക്കുമല്ലോ എന്നോർത്താ. നമുക്ക് ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ പോകാം. മരുന്നിൻ്റെ പേര് എനിക്കറിയാം. നയന അവനോട് പറഞ്ഞു. വേണ്ട. അർജുൻ ഉടനെ മറുപടി പറഞ്ഞതും നയനയ്ക്ക് സങ്കടമായി. അവൻ ആ വീട്ടിലേക്ക് തന്നെ കയറുന്നത് കണ്ട് അവൾ ശങ്കിച്ചു നോക്കി. തോമസും ആ കാറിലിരുന്നു അവൻ തിരിച്ചു വീട്ടിലേക്ക് കയറുന്നത് കണ്ടിരുന്നു. കാറിൽ തന്നെ ഇരിക്കണോ അതോ വെളിയിലേക്ക് ഇറങ്ങണോ എന്ന ശങ്കയിലായിരുന്നു അയാൾ. ഞൊടി നേരം കൊണ്ട് അവൻ ഉറങ്ങുന്ന കുഞ്ഞുമോളെ തോളിലിട്ട് കൊണ്ട് പുറത്തേക്ക് വന്നു. ഡോക്ടറെ കാണിച്ചിട്ടും മെഡിസിൻ വാങ്ങിയാൽ മതി. മുറ്റത്ത് നിൽക്കുന്ന നയനയോടായി പറഞ്ഞുകൊണ്ട് അർജുൻ കുഞ്ഞുമോളുടെ മുതുകിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. തോമസ് അന്താളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അയാൾ ഇറങ്ങിയ വഴിയെ അർജുൻ കുഞ്ഞുമോളെ സീറ്റിലേക്ക് ഇരുത്തി. നയന അപ്പോഴേക്ക് അപ്പുറം വന്ന് കയറി കുഞ്ഞുമോളെ നെഞ്ചിലേക്ക് കിടത്തി മുടിയിൽ തലോടി. നമുക്കാദ്യം കുഞ്ഞുമോളെ ഹോസ്പിറ്റലിൽ കാണിക്കാം ഇളയപ്പ. പിറകിൽ അന്തം വിട്ട് നിൽക്കുന്ന തോമസിനോടായി പറഞ്ഞുകൊണ്ട് അർജുൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. ഓ, തോമസ് ആദിയോടെ ഓടിപ്പോയി ഉടുതുണി ഒന്നുകൂടെ മുറുകെ കുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അയാൾ ഒരു നിമിഷം കുഞ്ഞുമോൾക്ക് ദീനം വന്നുവോ എന്ന് ഓർത്തു പകച്ചു പോയിരുന്നു. തുടരും. എന്താലേ അർജുൻ, ഇത്രയും നല്ലൊരു അർജുൻ എവിടെ കിട്ടും? നമുക്ക് ഈ കഥ പെട്ടെന്ന് അല്ലേ പിള്ളേരെ, ഇത് പെട്ടെന്ന് തീർന്നെന്ന് കരുതരുത്. ഇനിയും ഇതിൽ കാര്യങ്ങൾ വരാനുണ്ട്. ഇനിയാണ് അങ്ങോട്ട് കാര്യങ്ങൾ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വല്ല ബോംബ് ഇടാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബോംബ് വേണോ? അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് ഉടനെ വരാം കേട്ടോ.